അവരെന്റെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുന്നതിനുള്ള തന്ത്രമായി ചെയ്യുന്നേ സർ. അങ്ങനൊന്നും താൻ കരുതണ്ടോ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവര് വലിയൊരു പ്രശ്നത്തിലാ. ഒരുപക്ഷെ അവരുടെ കുടുംബം തന്നെ താറുമാറാകുന്ന നിലയിലേക്കാ കാര്യങ്ങളുടെ കിടപ്പ്. സർട്ടിഫിക്കറ്റിന് വേണ്ടി ചെന്നപ്പോ അത് വ്യാജമാണെന്നൊരു സംശയം ആ ഓഫീസർക്ക്. അവര് പ്രസവിച്ചല്ലെന്ന്, ഇത് മറ്റാരുടെ കുഞ്ഞാണെന്ന്. അങ്ങനെ മൊത്തത്തിലൊരു തട്ടിപ്പാണെന്ന് തെളിയാൻ പോവാ. പോരാത്തിന് അവരുടെ കയ്യിലോട്ട് കുഞ്ഞൂലല്ലോ. ഇനിയിപ്പോ പത്രത്തിലോ മീഡിയയിലോ ഒക്കെ വരേണ്ട താമസമേ ഉള്ളൂ. ഞാനും കഴിഞ്ഞ ദിവസം പത്രത്തിലൊക്കെ വായിച്ചിരുന്നു ഈ കുഞ്ഞുങ്ങളെ തട്ടിയെടുക്കുന്ന റാക്കറ്റിനെ കുറിച്ച്. അതുകൊണ്ടാ സർക്കാർ അന്വേഷിച്ചിട്ട് കൊടുത്താൽ മതി എന്നൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളാട്ടാ. ഇനി അവരെ വല്ല പോലീസും വന്ന് അറസ്റ്റ് ചെയ്ത് തലയിലും മുണ്ടിട്ടോണ്ട് പോകേണ്ട അവസ്ഥ വന്നാ അത് നമുക്ക് സഹിക്കാൻ പറ്റൂടോ? പറ്റൂടോ? അങ്ങനെ ആയിരുന്നേ പിന്നെ എന്റെ കുഞ്ഞിനെ ഞാൻ നേരത്തെ കൊടുത്താ പോരായിരുന്നോ സർ? അതിനിപ്പോ ആരാ കുഞ്ഞിനെ കൊടുക്കാൻ പറയണേ? ആ ഓഫീസിലെടുത്ത് കാര്യങ്ങൾ സംസാരിച്ച് പഞ്ചായത്ത് ഓഫീസില് കുഞ്ഞിനെ ഒന്ന് കാണിക്കണം, അത്രേ ഉള്ളൂ. കാണിച്ചിട്ട് ചിലപ്പോ 1-2 ആഴ്ച അവരുടെ വീട്ടില് കുഞ്ഞിനെ നിർത്തേണ്ടി വരും. മറ്റൊന്നിനുമില്ല, ആളുകളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി. പിന്നെ വല്ല എൻക്വയറിയോ മറ്റോ വരുന്നവരെ അത് കഴിയുമ്പോ അവരിങ്ങോട്ട് കൊണ്ടുവരില്ലടോ. എങ്ങനെയാ സാറ് എന്റെ കുഞ്ഞിനെ മറ്റാരുടെയോ കുഞ്ഞായി ദത്തെടുത്ത് കൊണ്ടുപോയി എല്ലാവരോടും പറഞ്ഞിട്ട് ഓഫീസിലും കാണിച്ചിട്ട് 2 ആഴ്ച കഴിഞ്ഞ് അവർക്ക് എങ്ങനെയാ എന്റെ കുഞ്ഞിനെ തിരിച്ചു തരാൻ കഴിയുക? എന്ത് കാരണം പറയും മറ്റുള്ളവരോട്? കുട്ടിയെ തിരിച്ചു കൊടുത്തെന്ന് പറയൂ? അതൊന്നും നടക്കുന്ന കാര്യമല്ല സർ. എന്റെ കുഞ്ഞിനെ അങ്ങനെയൊന്നും എനിക്കറിയാടോ. ഇയാളൊന്നും ഓർത്തു നോക്കിയേ, താനെന്തിനാ ബാംഗ്ലൂർ ഈ നഗരത്തിലേക്ക് വന്നേ? ദൈവാനുഗ്രഹം കൊണ്ടോ അതോ തൻ്റെ കുഞ്ഞിൻ്റെ ഭാഗ്യം കൊണ്ടോ കാര്യങ്ങളൊക്കെ ഇത്രയ്ക്ക് അങ്ങോട്ടെത്തി ഇല്ലേ? തൻ്റെ കുഞ്ഞിനെയും കാത്ത് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്നവരല്ലടോ ആ പാവങ്ങള്. താൻ ഒരിക്കൽ മനസ്സുകൊണ്ട് തൻ്റെ കുഞ്ഞിനെ അവർക്ക് സമർപ്പിച്ചല്ലേ, അല്ലേടോ? അതൊക്കെ അന്നത്തെ സാഹചര്യം കൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതല്ലേ. എടോ, താൻ തന്നെ കുഞ്ഞിനെ നാട്ടിൽ കണ്ട ഏതെങ്കിലും മാർവാടിക്കോ മനുഷ്യക്കടത്തുകാർക്കോ ആണോ കൊടുക്കണേ? ആണോടോ? അതിന് അർഹതപ്പെട്ടവർക്കല്ലേ, അവരുടെ കയ്യിലേക്കല്ലേ. താനൊന്നും കൂടെ ആലോചിക്കേ, അവരോട് ഇങ്ങോട്ട് വരണമെന്നോ വേണ്ടെന്നോ എന്താന്ന് വെച്ചാൽ താൻ എന്നോട് പറയേ, അല്ലാണ്ട് ഇപ്പം ഞാൻ എന്തുട്ട് പറയാ? എനിക്ക് എന്റേതായ രീതിയിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം. അത് മറ്റൊരാളുടെ വീട്ടിൽ താമസിച്ചാൽ നടക്കാൻ തോന്നുന്നില്ല. എന്നാര് പറഞ്ഞു? ഞങ്ങളുടെ വീട്ടിൽ ശ്രുതിക്ക് എല്ലാവിധ സ്വാതന്ത്ര്യവും ഉണ്ടാവും. കുട്ടിയുടെ നന്മയ്ക്ക് വേണ്ടിയാ
ഞങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കണമെന്ന് പറഞ്ഞത്. ശരീരത്തിന് ആരോഗ്യവും മനസ്സിന് സന്തോഷവും കിട്ടേണ്ട സമയമാണ്. അത് ഉറപ്പായി ഞങ്ങൾക്ക് തരാൻ പറ്റും. പ്രസവിച്ച കുഞ്ഞിനെ എന്നേക്കുമായി എനിക്ക് ഉപേക്ഷിക്കണം. നാളെ ആ കുഞ്ഞെനിക്കൊരു ബാധ്യതയാവാൻ പാടില്ല. പാടില്ല, അതാണല്ലോ വേണ്ടത്. നിങ്ങൾക്ക് നാളെ ഒരു കുട്ടി ഉണ്ടാവില്ലെന്ന് എന്താ ഉറപ്പ്? ഒരിക്കൽ പോലും ആ കുഞ്ഞറിയില്ല ശ്രുതിയാണ് അതിന്റെ അമ്മയെന്ന്. ഞാൻ അങ്ങനെ വളർത്തു. ഓക്കെ, ഐ അഗ്രി. കവിതയോ നീ ഈ പകലിലെ പോക്കുവെയിലോ നീ പിടഞ്ഞുണരും കനൽ മിഴിയോ പതഞ്ഞുയരും കടൽ തിരയോ രാക്കനവിലെ നിലാകവിതയോ നീ. രാക്കനവിലെ നിലാകവിതയോ നീ ഈ പകലിലെ പോക്കുവെയിലോ നീ പിടഞ്ഞുണരും കനൽ മിഴിയോ പതഞ്ഞുയരും കടൽ തിരയോ. ഓഹോ, മോളെ വാ 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 വാ. എന്തടാ എന്താ മോളെ? ഓ വേണ്ട 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 വേണ്ട. എന്റെ മോള് കരയണ്ടാട്ടോ, അമ്മയുടെ മോള് കരയണ്ടാട്ടോ, അമ്മയുടെ മോള് കരയണ്ട. വേണ്ട വേണ്ട വേണ്ട. ഓ ഓ ഓ ഓ അമ്മയുടെ മോള് കരയണ്ട. വേണ്ട വേണ്ട വേണ്ട. എന്റെ മോള് എന്തിനാണ് കരയുന്നേ? ഓ ഓ ഓ ഓ. വേണ്ട 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 വേണ്ട. എന്റെ സാറെ സമ്മതിച്ചു. എന്തൊരു പെർഫോമൻസ് ആയിരുന്നു ഗോപി സാറ്. അവരാകെ പേടിച്ച് ചുരുണ്ട് നാശകോശമായി പോയില്ലയോ? അല്ല സിറിൽ സാറേ, ഇതിനകത്ത് അഭിനയിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, എല്ലാം ഫാക്ട് അല്ലേ. ഫാക്ട്. പിടിക്കപ്പെട്ട അവര് കുടുങ്ങിയത് തന്നെ. അതിപ്പോ ഞാൻ കുത്തിപ്പൊക്കേണ്ടല്ലേ സാറ് പോലും ഈ കാര്യം അറിഞ്ഞത്. ഇല്ലെങ്കിൽ ആരറിയാനാ? ഇതുപോലെ എത്ര സർട്ടിഫിക്കറ്റുകൾ പോകുന്ന ആർക്കറിയാം എന്റെ ഗോപി സാർ. അത് ശരിയാ.
ഇതൊക്കെ ആര് നോക്കുന്നു? ആര് പെറ്റു? ആരുടെ കുഞ്ഞ? വരുന്നു പോകുന്നു. സാറേ, ഇതിലും വലിയ കച്ചവടം ഇവിടെ നടക്കുന്നില്ലേ? വൃക്ക കച്ചവടം, കണ്ണ് കച്ചവടം, കരള് കച്ചവടം, അങ്ങനെ എന്തെല്ലാം കച്ചവടങ്ങളാ. അതൊക്കെ ശരിയാ സിറിൽ സാറേ. ഇതൊക്കെ പിടിക്കപ്പെടുമ്പോഴല്ലേ വാർത്തയാകുന്നത്. സാറിനെ പോലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. എന്താ വേണ്ടതെന്ന് വെച്ചാൽ അന്നേരം അങ്ങ് ചെയ്യും. അത് സത്യത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെ കേട്ടോ. എല്ലാരോടും നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് ഇടപെടാൻ കഴിയില്ലല്ലോ. അല്ല, അപ്രീസിയേഷൻ മാത്രം പോരല്ലോ സിറിൽ സാറേ. അതുകൊണ്ടല്ലേ എന്റെ ഗോപി സാറേ ആ ബാഗ് നിറച്ച് ചില്ലറ അടുക്കി തന്നത്. എന്തായാലും എന്റെ ഗോപി സാറേ അവർ നല്ല ജീവനം കൊണ്ടാ പോയത്. സിറിൽ സാറേ, എന്തോ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്റെ പൊന്നു ഗോപി സാർ ഇനി ഒന്നും ചെയ്യണ്ട. ഇപ്പൊ ഇതിന്റെ മീഡിയേറ്റർ ഞാനാണല്ലോ. ഞാൻ ഭയങ്കര റിസ്ക് എടുത്ത് ഗോപി സാറിനെ സ്വാധീനിച്ച് ഒരു ദിവസത്തേക്ക് ഒരു എക്സ്ക്യൂസ് വാങ്ങിയെന്ന് സാറങ്ങ് പറയും. അതിനുള്ളിൽ അവർ കുഞ്ഞിനെ കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ഗോപി സാറേ വിജിലൻസ് റിപ്പോർട്ട് ചെയ്ത് ആകെ പ്രശ്നമാവുന്നങ്ങ് പറഞ്ഞാൽ മതി. മതി, അത് മതി. ഞാനും വേണമെങ്കിൽ ഇടയ്ക്കൊന്ന് വിളിച്ച് ചൂടാക്കാം. എന്താ? അയ്യോ എന്റെ പൊന്നു സാർ ഇപ്പോഴേ ഒന്നും വിളിക്കണ്ട. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറയാം. ആയിക്കോട്ടെ. പിന്നെ ഒന്നുകൂടെ പിടിപ്പിക്കുന്നോ? യോ, വേണ്ട വേണ്ട വേണ്ട. അങ്ങോട്ട് ചെന്ന് അവൾ ഊതിക്കും. എന്നാ വേണ്ട, ഊതിക്കുമെങ്കിൽ വേണ്ട. ഒന്നാമതേ കള്ളമാ പറഞ്ഞിരിക്കുന്നത്. കള്ളാണല്ലോ. അതെ ആ ഗോപി സാറേ, ഓ ആ ബാഗിലിരിക്കുന്നത് 1-2 രൂപയൊന്നും അല്ല, അറിയാലോ. ഓ അറിയാം. ഞാൻ വീട്ടിലോട്ടാക്കണോ? അയ്യോ, അതൊന്നും വേണ്ട സാറേ. ഈ ഗോപിനാഥ പിള്ള ആരാണെന്ന് നാട്ടുകാർക്കറിയാം. എന്റെ ആ നാട്ടില് സത്യസന്ധന ഞാൻ. ആ സമ്മതിച്ചു. കാശ് ബാഗിലിരിക്കുന്നോടാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ സാറിനെ ഐലൻഡ് ജംഗ്ഷനിൽ ഇറക്കിയാൽ മതി. ഓ മതി. ഓക്കെ, ഞാനോടാ. സൂക്ഷിച്ചോടേ. ഓ ആ അപ്പോ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. വീണ്ടും കാണാം. ഓ കാണാം. സാർ വിട്ടോ. ഗുഡ് നൈറ്റ്. ഓക്കെ ബൈ. ബൈ. ഓ എന്നാ കുന്ത്രാണ്ടമാ ഇത്. ഇറങ്ങാനും പറ്റത്തില്ല. ജീപ്പ് പിടിച്ച് വരാൻ പറഞ്ഞ കേക്കത്തുമില്ല. കാല് നേരെ ചോ വെക്കാനും പറ്റുന്നില്ല. ഇങ്ങോട്ട് ഇറങ്ങും മനുഷ്യ. ഓ എത്ര രൂപയായി? 60 രൂപ. ആഹാ, ആ മുക്കിന്ന് ഇവിടെ വരെ വരുന്നതിന് 60 രൂപയോ? ഈ വീടായത് കൊണ്ടാ, അല്ലെങ്കിൽ 75 വാങ്ങിച്ചേനെ. അല്ലേടാ രാജു? എന്നോട് ഇയാൾ 30 വാങ്ങിച്ചത്. അപ്പൊ ഡിസ്കൗണ്ട് ഉണ്ടോ? അന്നമ്മച്ചെടുത്തേ. ആ അയ്യോ, ആ ചാക്കേട്ട് എടുത്തില്ല. എടാ കൊച്ചിനെ, ആ ചാക്കേട്ട് ഇങ്ങ് എടുത്തേക്കണേ. ഓ ആ സാറേ, ഇതെന്തുട്ടാ കൊറേ സാധനങ്ങളുണ്ടല്ലോ. ഓ കൊറേ ഒന്നും ഇല്ല സാറേ. ഇത്തിരി ചേമ്പും ഇത്തിരി ചേനയും ഇത്തിരി ഉണക്കക്കപ്പേ പിന്നെ ഏത്തക്കൊല കൊണ്ടുവരണമെന്ന് വിചാരിച്ചതാ. സാറ് വിളിച്ചപ്പോ തന്നെ ഞങ്ങൾ ഇഞ്ഞു പോന്നു. അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോ സംസാരിച്ചിക്കണ്ട, അതൊക്കെ വരുവാ. ലഭിച്ചാ ചുമയാണല്ലോ. ചുമയാണ് സാറേ. അകത്തേക്കല്ലേ രാജു, നീ അതെടുത്ത് അകത്തേക്ക് കൊണ്ടുകിടാ. ഞാനോ? പിന്നെ ഞാൻ എടുത്തോണ്ട് വെക്കണോടാ. എന്തോട്ടാ നീ എടുത്താ പോങ്ങില്ലേ? നീ അത് സൈഡിൽ പിടിക്കടാ. പിടിക്കാറ. എനിക്ക് നടുവിനെ എന്റെ തലയിലേക്കല്ലേ, നിന്റെ തലയിൽ വെച്ചോ. വിട്ടോടാ. എന്റെ ദൈവമേ, എന്റെ അമ്മോ. നമ്മടെ തലയിലേക്ക് വെക്കണു. എന്തൊരു കാലല്ലേ കന്നാലി. എന്റെ ഈശോയെ, ഇത് എന്നാ വീടാ? വലിയ കൊട്ടാരം പോലുണ്ട്. വേളാങ്കണ്ണി പള്ളിക്കകത്ത് കേറിയത് പോലുണ്ട്.
എന്റെ മനുഷ്യ, നിങ്ങൾ ആ കാലൊക്കെ കഴിയതാണോ? അങ്ങോട്ട് കൊണ്ടുവെക്ക മനുഷ്യ. ഓ ശ്രുതി ആ മുറിയിലുണ്ട്. ശരി, ഞാൻ നോക്കാം. നിങ്ങളുടെ ഈ സാധനങ്ങളൊക്കെ എടുത്ത് ആ മുറിയില് അവിടെ സെറ്റിൽ ചെയ്തോ. ശരിട്ടാ. അരുണേ, ഇങ്ങോട്ട് വന്നേ. എന്തുട്ട്? ഇങ്ങോട്ട് വാടാ. ഇയാളത് എന്തുട്ട് പറയാനാ? എന്താ ഇത്? എന്തേ? ഇവിടെ പെട്ടി സാധനങ്ങളൊക്കെ ആയിട്ട് പെട്ടി സാധനങ്ങളൊക്കെ കണ്ട് വീട്ടിൽ നിന്ന് വരാൻ പറ്റുമോ? ഏതോ മലഞ്ചരക്ക് കയറിയെന്ന പോലെ. മലഞ്ചരക്കണെങ്കിൽ നിങ്ങൾക്ക് എന്താ? എടാ, നിനക്ക് പ്രായമൊന്നും നോട്ടല്ലേ? അച്ചായ ഒരുമാതിരി ചന്തേ സംസാരിക്കണ പോലെ എന്നോട് സംസാരിക്കുന്ന ഇതൊക്കെ വല്ലാത്ത മോശപ്പെട്ട പണിയാ കേട്ടോ. എന്തുട്ട് പെണ്ണേ? ഇതാണോ നിന്റെ വീട് പണി? കെട്ടിടം പണി ഇതാ? കഷ്ടമാണ്. ഇയാളെ വല്ല ഷാർജലോ സലാലോ ഉള്ള ഒട്ടകത്തിന്റെ കൂടെ വിടുന്ന അമ്മാമ്മച്ചി അങ്ങനെ അറിയണം. ഇയാൾക്ക് എന്തുട്ടാ കുഴപ്പം? വെറുതെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കുക. അവന്റെ കാര്യം ഇവൻ ആള് കിടലന കേട്ടോ. അന്നമ്മച്ചേടത്തി കുഞ്ഞിനെ കാണാൻ വന്നതല്ലയോ? എത്ര നാളായി കണ്ടിട്ട്. ചക്കരമുത്തേ, അയ്യോടാ, അന്നമ്മയുടെ തങ്കക്കുടം അല്ലയോ? പൊന്നുമോളെ, അന്നമ്മച്ചിയുടെ പൊന്നേ. ഞാൻ കരുതി ഇനി എന്നാ കാണുന്നേന്ന്. നിങ്ങൾ പോന്നതിന് ശേഷം ഭക്ഷണം പോലും ഇറങ്ങിയിട്ടില്ല. കഴിക്കാനുണ്ടാക്കാനും ഉറങ്ങാനും ഒന്നും തോന്നിയിട്ടില്ല. ചത്ത വീട് പോലായി. ചിന്നമ്മു ആണേലോ കരച്ചിലോടെ കരച്ചിലും. എന്നിട്ട് അവളെന്ത് കൊണ്ടുവരാതിരുന്നത്? എങ്ങനെയാ മോളെ കൊണ്ടുവരുന്നേ? ഒന്നാമതേ ബേബിച്ചായന് നടക്കണമെങ്കിൽ ഒരാളുടെ സഹായം വേണം. പോന്നപ്പോ വലിയ കരച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ ടൗണിലെ മെഡിക്കൽ കോളേജിൽ കാണിക്കണമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാ. ഒരാഴ്ച ആശുപത്രി കിടക്കുകയാണെന്ന് പറഞ്ഞാലും അവൾ അങ്ങ് വിശ്വസിക്കും. പാവം. ആ മോള് കുറച്ചു ദിവസം ഇവിടെ കാണുമായിരിക്കും അല്ലേ? അവിടെ ആണെങ്കി വീടും പൂട്ടിയിട്ടിട്ട് ഒരു ദിവസം പോലും മാറി നിൽക്കാൻ പറ്റുകയില്ല. എന്നാലും സാറ് വിളിച്ച് പറഞ്ഞതല്ലേ. പിന്നെ മോളുടെ ഈ കുഞ്ഞിന്റെ കാര്യം ഓർത്തപ്പോ എല്ലാം ഇട്ടെറിഞ്ഞിട്ടിങ്ങ് പോന്നു. ഇനി എത്ര നാളുണ്ടാവും മോളെ ഇവിടെ? ഒരാഴ്ച ഉണ്ടാവും. ഒരാഴ്ചയോ? പിന്നെ ഞങ്ങളെ കരയിക്കാനാണോ പരിപാടി? അതിനാണോ ഞങ്ങളെ വിളിച്ചു വരുത്തിയത്? ഇനി മോളെ എവിടെ പോയാലും ഞാനും കൂടെ വരും. എനിക്ക് പൊടിക്കൊച്ചിനെ ഇട്ടിട്ട് പോവാൻ വയ്യ മോളെ. അന്നമ്മച്ചിയുടെ പൊന്നല്ലേ, ചക്കരയല്ലേ അമ്മച്ചിയുടെ, കരയല്ലേടാ. ഓ മോളെ, ഞാനേ അച്ചാനെ ഒന്നുകൊണ്ട് കാണിക്കട്ടെ. എപ്പോഴും ഇവളുടെ കാര്യം പറച്ചില്ല. വാവേ ചക്കരേ, കരയല്ലേടാ. ഓ ഓ ഓ ഓ കരയല്ലേ. Yeah.